2 ഷർട്ടും മുണ്ടൊന്ന് തേച്ചേ. ഞാൻ ചോദിച്ചു കേട്ടോ, നിങ്ങൾ എവിടെ പോണെന്ന്? തേക്കടി. എവിടെ പോണെന്ന് ചോദിച്ചിട്ട് അത് പറയണില്ലല്ലോ. അതല്ലടി മലയാളത്തിലല്ലേ പറഞ്ഞത് തേക്കടി. നല്ല സൗകര്യമില്ല. ഇംഗ്ലീഷിലല്ലല്ലോ പറഞ്ഞത്, മലയാളത്തിലല്ലേ പറഞ്ഞത്. പറഞ്ഞാൽ നിനക്ക് മനസ്സിലാത്തിന് ഞാൻ എന്ത് ചെയ്യാനാണ്? നിങ്ങൾ എവിടെ പോണ? തേക്കടിന്ന്. ഓ എനിക്ക് കലി കയറണുണ്ട്. നിങ്ങൾ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയി എന്തെങ്കിലും പറ്റിയാ ഞാൻ അറിയുവോ? സ്ഥലം പറയാണ്ട്. ഇനി അത് പോട്ടെ, ആരെങ്കിലും നിങ്ങളെ തിരക്ക് ഇവിടെ വന്ന് ഇവിടെ പോയെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? നിങ്ങളെ ഇവിടെ പോണ പക്ഷെ അത് പറ ആദ്യം. തേക്കടി. ഇങ്ങനെ ഇരിക്കണ റെഡിയായില്ലേ? ഷർട്ടും മുണ്ടും തേക്കാൻ പറഞ്ഞിട്ട് അവള് തേക്കാനല്ല. നല്ല സൗകര്യല്ല തേക്കാനായിട്ട്. പോണ സ്ഥലം ഇതുവരെ പറഞ്ഞില്ലല്ലോ. എടാ ഒരു 100 വട്ടം ഞാൻ ഇയാളോട് ചോദിച്ചു എവിടെ പോണെന്ന്. എന്നിട്ട് അയാൾ തുണി ആക്കണ കാര്യം പറയണല്ലാതെ പോണ സ്ഥലം പറയണില്ല. എനിക്കും പറ്റൂല. ഇയാൾക്കാ പറയാൻ കഴിയില്ല. നീ എങ്കിലും ഒന്ന് പറയാം എവിടെ പോണത്? തേക്കടി. ആഹാ അത് കൊള്ളാലോ. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക, എന്റെ കെട്ടിയൻ എന്നെ ഇടിപൊടി എന്ന് വിളിക്കും. എന്ന് വെച്ച് കണ്ടവന്മാര് വീട്ടിൽ കയറി ഒന്ന് ഇടിപൊടി എന്ന് വിളിച്ചിട്ടില്ല, അടിച്ച കാരണം വിളിക്കും. പറഞ്ഞാൽ മനസ്സിലാവൂല. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പെടാപ്പാട് വെട്ടിയിരിക്കണ ഇപ്പൊ ഇവിടെ കിടന്നു. നിനക്ക് എന്നാ കാര്യടാ എന്നെ ഇടിപൊടി എന്ന് വിളിച്ചു? തേക്കടി. ഞാൻ ഒരു വട്ടം പറഞ്ഞു, ഇനി ഞാൻ അടിക്കും, സത്യമായിട്ട് അടിക്കും ഞാൻ. മനസ്സിലായില്ലേ ഇപ്പൊ പറഞ്ഞത്? പിന്നെ പറഞ്ഞാലല്ലേ മനസ്സിലാവുള്ളൂ. പറയണ്ടേ? കോട്ടയം കുമളി വഴി തേക്കടിക്ക് പോണെന്ന് ഞങ്ങ ടൂറ് പോണേണ്. ടൂറ് പോണത് തേക്കടിയുടെ കാര്യമാണെന്നാ പറഞ്ഞത്. എനിക്ക് മനസ്സിലായില്ല.